എല്ലാവർക്കും ഡെലീഷ്യസ് റെസിപ്പീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമുക്ക് ചെറുപയർ വിളയിച്ച് തയ്യാറാക്കിയാലോ? ഇത് വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഈവനിങ് സ്നാക്കാണ്. അപ്പോൾ ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് ചെറുപയറാണ് എടുത്തിട്ടുള്ളത്. 250 ml കപ്പിന് 1 കപ്പ് ചെറുപയറാണ് എടുത്തത്. ഇത് നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് 1 മണിക്കൂർ ഇതൊന്ന് കുതിരാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ഞാനിതൊന്ന് അടച്ചിട്ട് ഒന്ന് മാറ്റി വയ്ക്കുകയാണ്. 1 മണിക്കൂറിന് ശേഷം ഈ കുതിർത്ത് വെച്ചിരുന്ന വെള്ളമൊക്കെ മാറ്റിയിട്ട് ഞാനിതൊരു പ്രഷർ കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇത് അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 4 വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം. ആദ്യം നമുക്ക് ഈ ചെറുപയർ വിളയിച്ചതിലേക്ക് ചേർക്കാനായിട്ട് കുറച്ച് തേങ്ങാക്കൊത്തും കാഷ്യൂ നട്ട്സും ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യാണ് ഞാനിപ്പോൾ ഈ കടായിലേക്ക് ചേർത്തത്. നെയ്യ് നന്നായിട്ട് ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 3 ടേബിൾ സ്പൂൺ തേങ്ങാക്കൊത്താണ് ചേർത്തത്. ഇനി ഇത് ചെറിയ തീയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറുന്നത് വരെ നമുക്ക് ചെറിയ തീയിലിട്ട് ഒന്ന് വറുത്തെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് പാകത്തിന് വറുത്തെടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 5 കാഷ്യൂ നട്ട്സും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് വറുത്തെടുത്ത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. അതേ കടായിലേക്ക് ശർക്കര പാനിയാണ് ഞാനിപ്പോൾ ചേർക്കുന്നത്. 1 കപ്പ് ശർക്കര പാനിയുണ്ട്. അപ്പോൾ 1 കപ്പ് ചെറുപയറിന് 1 കപ്പ് ശർക്കര പാനിയാണ് ചേർത്തിട്ടുള്ളത്. ഇപ്പോൾ ഈ ശർക്കര പാനി നന്നായിട്ട് ഒന്ന് തിളച്ച് വരുന്നുണ്ട്. ഇത് നല്ലതുപോലെ ഒന്ന് തിളച്ച് വന്ന ശേഷമാണ് ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കുന്നത്. ഇതിപ്പോൾ നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിപ്പോൾ ചെറുതായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അടുത്തതായിട്ട് തേങ്ങ ചേർത്ത് കൊടുക്കാം. 8 ടേബിൾ സ്പൂൺ തേങ്ങ ചേർത്തിട്ടുണ്ട്. നല്ലതുപോലെ ഒന്ന് ഇത് ഇളക്കി കൊടുക്കാം. തേങ്ങ ചേർത്തിട്ട് ഒരു 1-2 മിനിറ്റ് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇതിപ്പോൾ ഏകദേശം ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചെറുപയറാണ് ചേർക്കാനുള്ളത്. ഞാനിത് 1 മണിക്കൂർ കുതിർത്ത ശേഷമാണ് 4 വിസിൽ വരുന്നത് വരെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുത്തത്. വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഈവനിങ് സ്നാക്കാണിത്. ശർക്കരയൊക്കെ ചേർത്ത് തയ്യാറാക്കുന്നതുകൊണ്ട് കുട്ടികൾക്കൊക്കെ ഇത് വളരെ ഇഷ്ടമാകും. ഇതിനു മുമ്പ് ചെറുപയർ വെച്ചിട്ടുള്ള ഒരുപാട് റെസിപ്പികൾ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ചെറുപയർ തോരൻ്റെയും അതുപോലെ ചെറുപയർ ഉലർത്തിയതിൻ്റെയും ഒക്കെ റെസിപ്പികൾ നമ്മുടെ ചാനലിലുണ്ട്. സമയം കിട്ടുമ്പോൾ ആ വീഡിയോകളൊക്കെ ഒന്ന് കാണാനായിട്ട് മറക്കരുതേ. 3/4 ടീസ്പൂൺ ഏലക്കാപ്പൊടിയാണ് ഞാനിപ്പോൾ ചേർത്തത്. പഞ്ചസാര ചേർത്തിട്ടാണ് ഏലക്ക മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഒന്ന് പൊടിച്ചെടുത്തത്. അതുകൊണ്ടാണ് ഞാൻ 3/4 ടീസ്പൂൺ ഇവിടെ ചേർത്തത്. നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 നുള്ള് ഉപ്പും കൂടി ഒന്ന് ചേർക്കുന്നുണ്ട്. നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ വറുത്തെടുത്ത് മാറ്റി വെച്ചിരുന്ന തേങ്ങാക്കൊത്തും അതുപോലെ കാഷ്യൂ നട്ട്സും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നല്ല രുചിയൂറും ചെറുപയർ വിളയിച്ചത് ഇവിടെ റെഡിയാകും. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. നമ്മുടെ ചാനലിലെ റെസിപ്പികളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുവെങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്താൽ വളരെ നന്നായിരുന്നു. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക്